ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷ? സുഖമല്ലേ? ഈ ഒരു പോസ്റ്റർ കണ്ടില്ലേ? ഇതുപോലെ പോസ്റ്റർ മാത്രമല്ല, ഒരുപാട് ന്യൂസുകളും ഉണ്ട്. അതായത് ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ ജസ്റ്റ് നോക്കുമ്പോൾ തോന്നും പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന്. പക്ഷേ അല്ല, പുള്ളിക്കാരിക്ക് എവിടുന്നെങ്കിലുമൊക്കെ നെഗറ്റീവ് കിട്ടി പോട്ടെ എന്ന് വിചാരിച്ച കാര്യം. ഇത് കാണുമ്പോൾ കുറേ പേര് വന്ന് ചൊറിയും. നമ്മുടെ മലയാളികൾക്കുള്ള ഒരു സൂക്കേടാണ് ആരെന്ത് ചെയ്യുന്നു. ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യാനും നെഗറ്റീവ് പറയുന്നു എനിക്ക് യാതൊരു അധികാരവും ഇല്ല. അവരവരുടെ ലൈഫ് അവരുടെ ഇഷ്ടത്തിന് അവരുടെ ലൈഫ് അവരുടെ മക്കൾക്കോ വീട്ടുകാർക്കോ ബാധിക്കാത്ത ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്ക് എന്തിനാണെന്ന്. അപ്പോൾ പറയും ഞങ്ങൾ പബ്ലിക്കാക്കിയിട്ടിട്ടാൽ പബ്ലിക്കിൽ വന്ന് അഭിപ്രായം പറയുമെന്ന്. ശരിയാണ്, അഭിപ്രായം പറയാം, ജഡ്ജ് ചെയ്യണ്ട അല്ലേ? നമ്മുടെ ഒപ്പീനിയൻ പറയാം. അതും മറ്റൊരാളെ വേദനിപ്പിക്കാത്ത രീതിയിൽ നമ്മുടെ ഒപ്പീനിയൻ നമുക്ക് പറയാനുള്ള പൂർണ്ണമായ അവകാശമുണ്ട്. പക്ഷെ അത് അവരെ ജഡ്ജ് ചെയ്ത തരത്തിലും അവരിങ്ങനെ ആയിരിക്കണം, കൂലിപ്പണിക്ക് പോകണം, വീട്ടുജോലിക്ക് പോകണം, അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്ത ജോലി സ്വീകരിക്കണം എന്നൊക്കെ പറയാൻ മാത്രം നമുക്ക് അവകാശമില്ല. അവരുടെ ലൈഫ് അവരെ പേഴ്സണലി അവരെ ബാധിക്കുന്ന, അതായത് അവരുടെ ഫാമിലിയിലുള്ള ആർക്കും ബുദ്ധിമുട്ടില്ല, അവരുടെ ഫ്രണ്ട്സിന് ബുദ്ധിമുട്ടില്ല, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കും ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ മലയാളികൾക്ക് ഏതെങ്കിലുമൊക്കെ ചാനലിൽ വന്നിട്ട് കാണുന്ന ഇതുപോലുള്ള ന്യൂസിൻ്റെ അടി വന്ന് പൂരത്തെറിയാണ് പറയുന്നത്. ക്യാബറ ഡാൻസ് ഇതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ? ക്യാബറ ചെയ്യുകയോ ഡാൻസ് ബാറിൽ പോവുകയോ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അവരതിന് പോയിട്ട് വരട്ടെ. അവർ കൊച്ചുകുട്ടി എന്നല്ല, 10-35 വയസ്സുള്ളൊരു സ്ത്രീയാണ്. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം. ഇവിടെ വന്ന് അങ്ങനെ പഠിപ്പിക്കുകയാണ്. ഇത് സപ്പോർട്ടൊന്നുമല്ല, അന്ധമായിട്ട് ഫാനിസോ അങ്ങനെയൊന്നും അല്ല. നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുന്നു, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, മറ്റൊരാളെ കാര്യത്തിൽ നമ്മൾ ഒരു തരത്തിലും ഇടപെടുന്നില്ല, അവരെ ഒരു തരത്തിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ വേറൊരാളെ ലൈഫിൽ പോയി പബ്ലിക് ഫിഗർ എന്ന് വിചാരിച്ചിട്ട് ആർക്ക് എന്ത് തോന്നിയാസോ പറയാമോ? ഇപ്പം പറയും അതിനുള്ള അവകാശമാണ്, പബ്ലിക്കായിട്ട് വീഡിയോ ഇടുമ്പോൾ അതിനുള്ളൊരു അവകാശമാണ്. ഒരിക്കലും അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അവരെന്ത് ചെയ്യുക? നമുക്കത് കാണാൻ താല്പര്യമില്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോവാം. ഇതുപോലെ കുറേ ഓൺലൈൻ വൃത്തികെട്ടവന്മാരുണ്ട് ഇതുപോലുള്ള നെഗറ്റീവ് ഷെയ്ഡ് വരുന്ന ന്യൂസ് ഇട്ടിട്ട് അവർക്ക് മനഃപൂർവ്വം തെറി വാങ്ങി കൊടുക്കുന്നത്. അവരോട് ചില ആൾക്കാർ ഇന്ന് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കുന്നതും അങ്ങനെയാണ്. ഇനി മാനേജറെ വെക്കുമോ അതൊക്കെ ആക്കി ചോദിക്കുന്നതാണ്. അതായത് ഉഡായിപ്പ് ക്വസ്റ്റ്യൻ. എങ്ങനെയാലും അവർക്ക് തെറി മേടിച്ച് കൊടുക്കണം. അവരത് അറിയുന്നുണ്ടോ അറിയുന്നില്ലയോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമുക്ക് മനസ്സിലാവും ഇവന്മാരവർ കളിയാക്കുന്നതാണ്. അല്ലെങ്കിൽ അവന്മാർക്ക് അങ്ങനെ ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ ഉണ്ടല്ലേ, റഷ്യൻ സുന്ദരിമാരെ പോലും തോൽപ്പിക്കുന്ന. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ മലയാളികൾക്കൊരു ഇത് വരുമല്ലോ, എന്നാൽ രണ്ട് തെറി വിളിക്കാം, എന്നാൽ പിന്നെ അവൾ അത്രയ്ക്ക് ഇത് അവർ പറഞ്ഞിട്ടിടുന്നൊന്നല്ലേ. ഇവന്മാരുടെ പേജിന് റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. എന്താല്ലേ ഒരു സ്ത്രീ, സ്ത്രീയോ പുരുഷനോ അവർ ജീവിച്ചു പൊക്കോട്ടെ, അവർക്ക് കഴിവുണ്ടോ ഇല്ല, ഇതൊക്കെ ജഡ്ജ് ചെയ്യാൻ നമ്മളാരാണ് ഇത്രയും പൊട്ടത്തരം പറയാൻ വേണ്ടി? ആരുടെ ലൈഫിൽ അത് ഇന്ന ഡ്രസ്സ് ഇടണം, ഇന്നതുപോലെ നടക്കണം, എന്തുവാണിത്? അവനവൻ്റെ കാശിന് അവനവന് ഇഷ്ടമുള്ള ചെയ്യാനും അവകാശമില്ല. വേണമെങ്കിൽ കാണടേ, ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോടേ, എന്തുവാടേ ഇത്?